നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന രീതിയിൽ അതീവ ഗൗരവകരമായ കടന്നുകയറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ പറഞ്ഞു. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PR ശിവശങ്കറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ലവ് ജിഹാദിന് പിന്നാലെ ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും കേരളത്തിൽ വേരൂന്നുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിരോധം ഉയർന്നുവരണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ശോഭ കരന്തലജെ ചൂണ്ടിക്കാട്ടി. ഇതിനെ കേവലം വസ്തുക്കച്ചവടമായി കാണാനാകില്ല. തീരദേശ മേഖലകൾ, ഹൈവേയോട് ചേർന്നുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഭൂമികൾ എന്നിവ ഒരു പ്രത്യേക വിഭാഗം വൻവില നൽകി വാങ്ങിക്കൂട്ടുകയാണ്. ലാൻഡ് ജിഹാദ് എന്ന ഈ തന്ത്രം വഴി വരും തലമുറയെ സ്വന്തം മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. വഖഫ് നിയമങ്ങളുടെ മറവിൽ നടക്കുന്ന ഭൂമി പിടിച്ചെടുക്കലിനെക്കുറിച്ചും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സാധാരണക്കാരുടെ ഭൂമിക്ക് പോലും സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സമാനമായ രീതിയിൽ ബിസിനസ് രംഗത്തും വലിയ കടന്നുകയറ്റങ്ങളാണ് നടക്കുന്നത്. ചെറുകിട വ്യാപാരികളെയും സാധാരണക്കാരായ ബിസിനസ്സുകാരെയും വിപണിയിൽ നിന്ന് പുറത്താക്കാൻ ആസൂത്രിതമായ ബിസിനസ് ജിഹാദ് നടക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകുന്ന അനധികൃതമായ പണം ഉപയോഗിച്ച് സമാന്തര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് ചില ശക്തികൾ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിലെ ഹിന്ദു ബിസിനസ് സമൂഹത്തെയും മറ്റ് ദേശീയ ചിന്താഗതിക്കാരെയും സാമ്പത്തികമായി തളർത്തുന്നു. രാജ്യത്തെ തകർക്കാൻ വിദേശത്ത് നിന്നെത്തുന്ന പണത്തിന്റെ ഒഴുക്ക് തടയാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതികൾ വലിയ ചലനമുണ്ടാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. സേവനത്തിന്റെ മറവിൽ മതപരിവർത്തനവും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നവർക്ക് ഈ നിയമം തിരിച്ചടിയായിട്ടുണ്ട്. പണം നൽകി സ്വാധീനം ചെലുത്തി രാജ്യത്തിന്റെ സനാതന സംസ്കാരത്തെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ എന്നും പിന്തുണ നൽകുമെന്നും എന്നാൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും അവർ വ്യക്തമാക്കി. കേരളത്തിലെ LDF, UDF മുന്നണികൾ ജിഹാദി ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണെന്ന് ശോഭ കരന്തലജെ പരിഹസിച്ചു. മുസ്ലിം വോട്ട് ബാങ്ക് പ്രീണിപ്പിക്കാൻ വേണ്ടി ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളെ ഇവർ മൂടിവെക്കുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസും CPM-ഉം സഖ്യമുണ്ടാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വ്യാജമായി കലഹിക്കുന്നു. ഇത് വെറും നാടകമാണ്. രാജ്യ താൽപര്യങ്ങളെക്കാൾ വോട്ടിന് വില നൽകുന്ന ഇവർക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഉൾനാടുകളിൽ പോലും അദൃശ്യമായ ഒരു സമാന്തര ഭരണ സംവിധാനം പടുത്തുയർത്താനാണ് ചില തീവ്ര ചിന്താഗതിയുള്ള സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് ശോഭ കരന്തലജെ ചൂണ്ടിക്കാട്ടി. റിയൽ എസ്റ്റേറ്റ് മാഫിയകളെയും പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെയും കൂട്ടുപിടിച്ച് സാധാരണക്കാരായ ഹൈന്ദവരുടെ സ്വത്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് തട്ടിയെടുക്കാനും ആ പ്രദേശങ്ങളിൽ ജനസംഖ്യാപരമായ അധിനിവേശം നടത്താനുമാണ് നീക്കം. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സന്നദ്ധ സംഘടനകളുടെ മറവിൽ കോടിക്കണക്കിന് രൂപയാണ് ഒഴുകുന്നത്. ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകളെ മുറിച്ചുമാറ്റാതെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കാനാവില്ലെന്നും കേന്ദ്ര ഏജൻസികളുടെ കർശന നിരീക്ഷണം ഈ മേഖലകളിൽ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വോട്ടിനു വേണ്ടി ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ വരും തലമുറയെ വലിയൊരു അപകടത്തിലേക്കാണ് തള്ളിവിടുന്നതെന്നും അവർ തുറന്നടിച്ചു. ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന BJP നയിക്കുന്ന NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കൂ. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിയിട്ടുണ്ട്. ജാതിയോ മതമോ നോക്കാതെയാണ് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വികസനത്തിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പവിത്രമായ ആചാരങ്ങളെയും സംസ്കാര പൈതൃകങ്ങളെയും സംരക്ഷിക്കാനും BJP പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിന്റെ ഓരോ മണ്ഡലത്തിലും BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുകയാണെന്നും ജിഹാദി അജണ്ടകളെ തകർക്കാൻ ജനങ്ങൾ BJPക്ക് ഒപ്പം അണിനിരക്കുമെന്നും മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ നടന്നുവരുന്ന ഇത്തരം ആസൂത്രിതമായ ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് നിലവിലെ LDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ശോഭ കരന്തലജെ കുറ്റപ്പെടുത്തി. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പലപ്പോഴും ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട് എങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് നടപടികൾ വൈകിപ്പിക്കുകയാണ്. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പുതിയ രൂപത്തിൽ സാമ്പത്തിക കടന്നുകയറ്റങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിലവിലെ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ED, NIA തുടങ്ങിയ ഏജൻസികൾ വഴി കർശനമായ പരിശോധനകൾ നടത്തുന്നത്. വിദേശത്തു നിന്നും ഹവാല മാർഗത്തിലൂടെ എത്തുന്ന കള്ളപ്പണം കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ വ്യാപാര മേഖലകളിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് തടയാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഉറപ്പാക്കാൻ BJPയുടെ ശക്തമായ സാന്നിധ്യം അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. ജിഹാദി ശക്തികളുടെ സാമ്പത്തിക വേരുകൾ അറുത്തുമാറ്റാതെ കേരളത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാടാണ് കേന്ദ്രമന്ത്രി പ്രസംഗത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചത്.
കേരളത്തിലെ അതിജീവനം അപകടത്തിലാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജിഹാദി പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും പറഞ്ഞാണ് ശോഭ കരന്തലജെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ BJP ഉന്നയിച്ച ഈ വിഷയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ചൂണ്ടിക്കാട്ടി. പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ പ്രീണന രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടത് കാരണം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം സ്വന്തം നാട്ടിൽ രണ്ടാംകിട പൗരന്മാരായി മാറുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ലാൻഡ് ജിഹാദിലൂടെയും ബിസിനസ് ജിഹാദിലൂടെയും കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈയടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭരണകൂടത്തിന്റെ പരോക്ഷ പിന്തുണ ലഭിക്കുന്നത് അതീവ ഗൗരവകരമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേവലം ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ളത് മാത്രമല്ല, കേരളത്തിന്റെ തനതായ സംസ്കാരത്തെയും ആചാരത്തെയും ജിഹാദി ശക്തികളിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പോരാട്ടം കൂടിയാണെന്നും അവർ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയവും ദേശീയ സുരക്ഷാ നയങ്ങളും കേരളത്തിൽ നടപ്പിലാക്കാൻ BJPക്ക് കരുത്തുറ്റ ജനപിന്തുണ ആവശ്യമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന BJP നേതൃത്വം നൽകുന്ന NDA ഭരണകൂടം കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് വഴി മാത്രമേ ഈ അദൃശ്യ കടന്നുകയറ്റങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. ഓരോ വോട്ടും ജിഹാദി വിരുദ്ധ പോരാട്ടത്തിനായുള്ള ആയുധമാക്കണമെന്നും മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബിസിനസ് ജിഹാദ് എന്നതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ യുവാക്കളുടെ സംരംഭകത്വത്തെ തകർക്കാനാണെന്നും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ സാമ്പത്തിക സ്രോതസ്സുകളെ കേന്ദ്രീകരിക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി എത്തുന്ന ക്രിപ്റ്റോ കറൻസികളും ഹവാല പണവും ഇത്തരത്തിൽ കേരളത്തിലെ വിപണിയെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ദുരൂഹമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ജിഹാദി ശക്തികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് LDFും UDFും സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിലെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെയും ചെറുകിട കച്ചവടക്കാരെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇത്തരം പണമിടപാടുകളെ നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP നയിക്കുന്ന NDA സഖ്യം നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് കൊച്ചിയിലെ ജനസാഗരമെന്ന് ശോഭ കരന്തലജെ പറഞ്ഞു. കാലങ്ങളായി കേരളം ഭരിച്ച മുന്നണികൾ ജിഹാദി ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സനാതന സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനുമായി BJP എന്നും മുൻനിരയിലുണ്ടാകുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറും ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് കേരളത്തിന്റെ മണ്ണും പണവും അന്തസ്സും സംരക്ഷിക്കാനുള്ള ധർമ്മയുദ്ധമാണെന്നും അവർ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ഗ്യാരണ്ടിയും ദേശീയ സുരക്ഷാ നയങ്ങളും കേരളത്തിലെ ഓരോ വോട്ടർക്കും സുരക്ഷിതത്വ ബോധം നൽകുന്നുണ്ട്. ജിഹാദി അജണ്ടകളെ തകർത്തെറിഞ്ഞ് അഴിമതിരഹിതവും സമാധാനപരവുമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ BJPക്ക് കരുത്തു പകരാൻ ജനങ്ങൾ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വികസനത്തിന്റെയും ദേശീയതയുടെയും പാതയിലേക്ക് കേരളം ചുവടുവെക്കുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ ദൃശ്യമാവുകയെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.